ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ എസ് ടെക്സ്റ്റ് സീരീസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇത് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററാണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ വീഡിയോസ് ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ എൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് 9th സ്റ്റാൻഡേർഡിലെ. ഇത് സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ലോകത്തിന്റെ നെറുകയിൽ. ഈ ചാപ്റ്റർ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ പറ്റിയൊക്കെയാണ് വിശദീകരിച്ച് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഭൗതിക ഭൂപടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻ PSCക്ക് ചോദിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ. ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. ലോകത്തിന്റെ നെറുകയിൽ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാത്ത കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിനും ഗണ്യമായ പങ്കുണ്ട്. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂഷ്ടവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിന്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിന്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളെ പറ്റിയാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദിമകാലം മുതലൊക്കെ പല വിദൂര ദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നെത്തിയ കുറെ ജനവിഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് പല ഘട്ടങ്ങളിലെ പല വഴികളിലൂടെയാണ് ഇവരെത്തിയത്. ഇവിടെ ജീവിക്കുകയും അവർ അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ മറ്റു രാജ്യത്തു നിന്നും കാണാൻ കഴിയാത്ത സാംസ്കാരിക വൈവിധ്യം നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഭാഷയും ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം നമ്മുടെ ഇന്ത്യയിൽ പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിന് എന്താണുള്ളത്? ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഒരു നല്ല പങ്കുണ്ട്. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ നമ്മുടെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്നത് എന്താണ്? നമ്മുടെ വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ നമ്മുടെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്നത് ഏതാ? ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയാണ് വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്നത്. ഉത്തരപർവ്വത മേഖലയാണ്, ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല ചോദിക്കും. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്നത് ഏതാണ്? ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ടു തെക്കായി ഫലഭൂഷ്ടവും വിശാലവുമായ സമതല പ്രദേശമുണ്ട്. പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഏതാണ്? വടക്ക് ഭാഗത്ത് അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂഷ്ടവും വിശാലമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യം രാജ്യത്തിന് നമ്മുടെ സവിശേഷമായ സ്ഥാനം നൽകുന്നുണ്ട്. ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നേക്കുന്ന എന്താ? ഈ വൈവിധ്യമോ, ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ ചേർന്നിട്ടാണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഇത്രയും ഈ ഉത്തരപർവ്വത മേഖല, ഇത് ഓരോ സ്ഥാനവും പഠിക്കണം. വടക്ക് ഭാഗത്ത് ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ട് തെക്കായി ഫലപുഷ്ടവും വിശാലമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പിടഭൂമി, കിഴക്കും പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളതെന്ന് പറയും, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഇന്ത്യയെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ
അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ അഞ്ചായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ അഞ്ചായിട്ട് ഇന്ത്യയെ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ഇവയിൽ ഓരോന്നും താഴെ എന്താണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഇവിടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഭൗതിക ഭൂപടം. ഈ മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രിന്റ് എടുത്ത് കൈവച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥാനവും മനസ്സിലാക്കാൻ പറ്റും. ഉത്തരപർവ്വത മേഖല എവിടെ കിടക്കുന്നു, പിന്നെ ഹിന്ദുക്കുഷ് നിരകൾ എവിടെ ഉണ്ട്, പാമീർ പർവ്വതക്കെട്ട് എവിടെ കിടക്കുന്നത്, കാരക്കോറം പർവ്വതനിര എവിടെയാണെന്നും ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഗാരോക്കാസിയൊക്കെ കിഴക്ക് ഭാഗത്ത് വരുന്നത്. ഗാരോക്കാസി, ജയന്തിയ, നാഗക്കുന്നുകൾ, പട്കായി, ബും, മീസോ ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇതെല്ലാം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ്. ഥാർ മരുഭൂമിയുടെ സ്ഥാനം ഇവിടാണ്. എന്ത് ഥാർ മരുഭൂമി പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, പടിഞ്ഞാറ് വടക്ക് ഭാഗത്തായിട്ടാണ്. അറബിക്കടൽ പടിഞ്ഞാറ്, കിഴക്ക് ബംഗാൾ ഉൾക്കടല്, ലക്ഷദ്വീപിന്റെ സ്ഥാനം ഇവിടെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ഇവിടെ ബംഗാൾ ഉൾക്കടലിലാണ്, ലക്ഷദ്വീപ് അറബിക്കടലില്. ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചിമഘട്ടം നേണ്ട ഈ ഭാഗത്താണ്. പടിഞ്ഞാറൻ തീരസമതലം നേണ്ട പടിഞ്ഞാറായിട്ട്, കിഴക്കൻ തീരസമതലത്തിന്റെ സ്ഥാനം ഇവിടെ, പൂർവ്വഘട്ടം ഇവിടെ, പശ്ചിമഘട്ടം ഇവിടെ. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കൈ പ്രിന്റ് എടുത്ത് വെച്ചേക്കുന്നല്ല. ഥാർ മരുഭൂമി ഇവിടെ, വിന്ധ്യ സത്പുര നിരകൾ ഇവിടെ, രാജ്മഹൽ കുന്നുകൾ ഇവിടെ. ഉത്തരേന്ത്യൻ സമതലമാണ് ഇത്. ഉത്തരപർവ്വത മേഖല ഇവിടെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയാണ്. കാരക്കോർ ഇവിടെ, ലഡാക്ക് നിരകള്, സസ്കർ നിരകള്, ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, പാമീർ പർവ്വതക്കെട്ട് ഇതെല്ലാം വടക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ. കാരക്കോറം അങ്ങേയറ്റമാണ്, വടക്കേയറ്റം. സൂചികൾ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിലുള്ള നദികള്, ഈ യെല്ലോ കളറിൽ ഡോട്ടഡ് ലൈൻസ് പർവ്വത നിരകള്, പിന്നെ എത്ര മീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതിന് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നിന്. താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉദ്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ പർവ്വതം ഉത്തരപർവ്വത മേഖല. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാ? പാമീർ പർവ്വതക്കെട്ടാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം എവിടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കനെതിരായ ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. പിന്നെ മേളിൽ കിട്ടുള്ള ഭൂപടം പരിശോധിച്ച് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കുന്നതാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതനിരകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വതനിരകൾ ഏതാ? കുൻലൂൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുൻലൂൻ വേണ്ട. പാമീർ പർവ്വതക്കെട്ട് ഇതാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ടിയാൻഷാൻ, ഹിന്ദുക്കുഷ് നിരകൾ, കുൻലൂൻ എന്നിവയെല്ലാം പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകളാണ്. ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കുൻലൂൻ എന്നിവയെല്ലാം പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ് എന്നിവയാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വത നിരകൾ. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൻലൂൺ, ടിയാൻഷാൻ, പിന്നെ ഒന്ന് ഹിന്ദുക്കുഷ്. ആ മാപ്പ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പർവ്വതക്കെട്ട്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കനെതിരായ ഉത്തരപർവ്വത മേഖല. വടക്ക് കിഴക്കനെതിരായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ഉത്തരപർവ്വത മേഖല വടക്കൂന്ന് കിഴക്ക് വരെ, അതാണ് വടക്ക് കിഴക്കനെതിരായി നിലകൊള്ളുന്നതാണ് ഈ ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് വരെ അത് വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കനെതിരായ ഉത്തരപർവ്വത മേഖല കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല എവിടുന്ന? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചിരിക്കുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ഏത് പർവ്വതനിരകളാ? ഉത്തരപർവ്വത മേഖല. അതിരായ ഉത്തരപർവ്വത മേഖലയെ പറ്റി പറയുന്ന താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ.
പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികൾ, ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കാം. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിക്കാം. ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഭാഗം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരപർവ്വത മേഖലയെ പറ്റി ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പറഞ്ഞത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഉത്തരപർവ്വത മേഖല. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2004 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികൾ, ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിക്കുക. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുക. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുക. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ഇവിടെ മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡ് മൗണ്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്ന എങ്ങനെയാ? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം അഥവാ ഫോൾഡിംഗ്, വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഏത് പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്? വലനം അഥവാ ഫോൾഡിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ ഹിമാലയവും ആൽപ്സും മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാലയവും ആൽപ്സും ഏത് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? ഹിമാലയവും ആൽപ്സും മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയ, ആൽപ്സ് ഏത് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്? മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയ, ആൽപ്സ് മടക്ക് പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയവും ആൽപ്സും. എങ്ങനെ ഇത് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിക്കാൻ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പൊ പർവ്വതങ്ങൾ എന്താണെന്ന് താഴെ പറഞ്ഞിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിരകളുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഭൂപ്രകൃതി വിഭാഗങ്ങൾ അത് മാത്രമായിട്ടുള്ള പിക്ചർ. ഇന്ത്യയിലെ ഹിമാലയ പർവ്വതനിരകൾ മാത്രമായിട്ട് ഇവിടെ കാരക്കോറ, ലഡാക്കില് സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിമാലയ, ലഡാക്ക് നിരകള്, സസ്കർ നിരകള്, ഹിമാദ്രി, ഹിമാചല്, ഹിമാദ്രി, സിവാലിക്ക്, ഹിമാലയത്തിന്റെ ഹിമാചൽ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് കിഴക്കായിട്ട് വരും. ജമ്മു കാശ്മീർ വടക്ക്, കാരക്കോറം, ലഡാക്ക് ഇവിടാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ ഇവിടാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ വടക്ക് ഭാഗത്തായിട്ടാണ്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ് ഹിമാലയമാണ്. റെഡ് കളർ ഈ 3 ലൈനുള്ളത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം. ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഹിമാലയ. ഹിമാലയമാണ് ഈ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഹിമാലയ ഈ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്ന ഹിമാലയ നിരകളാണ്. കിഴക്കൻ കുന്നുകളാണ് ഇവിടെ ഉള്ളത്. ഗാരോ ഖാസി, ജയന്തിയ കുന്നുകളാണ്. നാഗാ കുന്നുകൾ ഇവയൊക്കെയാണ് കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഗാരോ ഖാസി, ജയന്തിയ, നാഗാ കുന്നുകൾ, പട്കായിബും ഇവയൊക്കെയാണ് കിഴക്കൻ കുന്നുകൾ. ഇത് പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്ന ഹിമാലയമാണ്. ഹിമാലയം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകള് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. കിഴക്കൻ കുന്നുകൾ നാഗാ കുന്നുകള്, ഖാസി കുന്നുകള്, ഗാരോ കുന്നുകള്, ജയന്തിയ കുന്നുകള്, പട്കായി ഭൂമി ഇവയൊക്കെയാണ് കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ അവയുടെ സ്ഥാനവും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം, ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയമാണ് ഈ ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകളാണ്
ടിബറ്റൻ നിരകൾ എന്നറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഇതിന്റെ ഉയരവും ഒക്കെ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ PSCക്ക് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കും. ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഇതിന് ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ കാരക്കോറം നിരയ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന കാരക്കോറം നിരയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ എന്തുമായി ബന്ധിപ്പിക്കുന്നത്? പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത്. ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് കാരക്കോറം നിരകളാണ്. മുകളിലുള്ള മാപ്പിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഏത് നിരകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കോറം നിരകളാണ്. കാരക്കോറം നിരകളാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളുണ്ടല്ലോ. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട്, ട്രാൻസ് ഹിമാലയം ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് എത്ര ഉണ്ടെന്നാ പറഞ്ഞ്? കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിര. അതൊക്കെയാ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ്. ഈ സമാന്തര പർവ്വതനിരകൾ ഇവ 3ഉം ചേർന്നാണ് ഹിമാലയം. അപ്പൊ ഹിമാലയം എന്ന് പറയുന്നത് ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മാപ്പില്. ഹിമാദ്രി തേണ്ട ഹിമാചൽ, സിവാലിക് ഈ 3 പർവ്വതനിരകൾ ചേർന്നാണ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ 3ഉം ചേർന്നാണ് ഹിമാലയം എന്ന് പറയുന്നത്. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ സിവാലിക് നിരയ്ക്ക് 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയ നിരകൾക്ക് ഏറ്റവും തെക്കായാണ് സിവാലിക് നിലകൊള്ളുന്നത്. ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നത് സിവാലിക് നിരയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ സിവാലിക്കാണ്. സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു. സിവാലിക്കിനെ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്ന സിവാലിക്കാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാണ് ഇതിനെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത്. സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നു. ഗംഗാസമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഇത്രയും സിവാലിക് നിരകളുടെ സവിശേഷതകളാണ്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കൊടുത്തിട്ടുണ്ട് സിവാലിക്കിന്. ഹിമാചൽ ഇവിടെ ആയിട്ട് കൊള്ളും. സിവാലിക്കിനും അങ്ങാണ് ഹിമാചൽ നിൽക്കുന്നത്. അതിനു മുകളിലാണ് ഹിമാദ്രി. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹിമാചലാണ്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുള്ളത് ഏതിനാണ്? ഹിമാചലിനാണ് ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാചലാണ്. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ സിവാലിക്കിന് വടക്കായി ഇത് സ്ഥിതി ചെയ്യുന്നു ഹിമാചല്. ഇതിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതമാണ് ഹിമാചല്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. പിന്നെ അടുത്ത പോയിന്റ്, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ വരെ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി എന്നറിയപ്പെടുന്നത്. ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന സിവാലിക്കാണ്. ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. അപ്പൊ 25 കിലോമീറ്റർ വീതിയാണ് ഹിമാദ്രിക്ക്. ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6200 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ഇത് മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രി. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഈ നിരയിലാണ്. ഇത് ഒത്തിരി തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രിയിലാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്.
ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി. അപ്പൊ ഹിമാദ്രി അറിയപ്പെടുന്ന പേരുകൾ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്റർ വരെ ഉയരമുണ്ട്. 25 കിലോമീറ്റർ ആണ് ഹിമാദ്രിയുടെ വീതി എന്ന് പറയുന്നത്. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയെ പറ്റി ഇത്രയുമാണ് സവിശേഷതകൾ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഓരോരുത്തരുടെ സ്ഥാനം എവിടാണെന്നും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ മാപ്പിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി ഹിമാചലും സിവാലിക്കൂടെ ചേർന്നതാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ കട്ടുമായി ബന്ധിപ്പിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് എക്സാമിന് ചോദിക്കാം. താഴെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തെ തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവ മൂന്നും ചേർന്നാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ലോകത്തിലെ മിക്ക കൊടുമുടികളും രൂപപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ഹിമാദ്രിയിൽ നിന്നാണ്. സിവാലിക് അറിയപ്പെടുന്ന ഔട്ടർ ഹിമാലയം എന്നാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. സിവാലിക് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ഏതാണ്? സിവാലിക്കാണ്. ഗംഗാസമതലത്തിന് അതിരായ നിലകൊള്ളുന്ന സിവാലിക്കാണ്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. സിവാലിക്കിന് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം അതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നു. സിവാലിക്ക് വടക്കായിട്ടാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹിമാചല്. അത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ്. ഹിമാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഈ ഹിമാചലിന് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6700 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി. 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. മഞ്ഞുമൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ഏത്? ഹിമാദ്രി. അപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ മൂന്നും ചേർന്നാണ്. ഇവ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇത് ലെങ്തി ചാപ്റ്റർ ആണ്. കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇവിടെ ട്രാൻസ് ഹിമാലയത്തെ പറ്റി പറഞ്ഞു. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിലാണ് നാഗ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, പട്കായി ബൂം, മീസോ കുന്നുകൾ എന്നിവയെല്ലാം കിഴക്കൻ കുന്നുകളിൽ ഉൾപ്പെടുന്ന ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ മാപ്പ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. മുകളിൽ ഒരു ഡീറ്റെയിൽഡ് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞ് ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിവ. ഇത് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതായി താഴെ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പഠിക്കാനുണ്ട്. ഇത്രയും ഇപ്പൊ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. ലെങ്തി ചാപ്റ്റർ ആണ്. പിന്നെ മടക്കുപർവ്വതങ്ങൾ എന്നാൽ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നു. വലനം പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയ, മാൽസ് തുടങ്ങിയ പർവ്വതനിരകളാണ് മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയെ പിന്നെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇനി ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികൾ, ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. പിന്നെ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നത് പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകള്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖലകൾ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല.
പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതൊക്കെ നിരകളാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ മാപ്പിൽ നോക്കി നല്ലതുപോലെ മനസ്സിലാവും. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കുൻലൂൻ എന്നീ പർവ്വനിരകളാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വനിരകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുൻലൂൻ, ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ എന്നിവയാണ്. പിന്നെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വനിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കിനെതിരായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നാലായി തരംതിരിക്കുക. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങളും ദ്വീപുകളും. ഇത്രയുമാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യാം. ഇത്രയും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.